ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. ഈ പറഞ്ഞത് ജനഗണമന എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ കയ്യടി മേടിച്ചൊരു ഡയലോഗാണ്. പക്ഷേ അതിന് സമാനമായ കാര്യങ്ങളാണ് ഈ ഇടയായിട്ട് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞതെന്ന് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. അതെ, എമ്പുരാൻ എന്നൊരു സിനിമ ഇപ്പോൾ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. 48 മണിക്കൂർ കൊണ്ട് 100 കോടി അടിച്ച ഈ ഒരു സിനിമ ജനങ്ങളിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഘടകം കാണുമല്ലോ. ചില ആൾക്കാർക്ക് ഈ സിനിമയിലെ ചില സീനുകളൊക്കെ കണ്ടിട്ട് കൊള്ളണ്ടോടത്ത് കൊണ്ടു, കിട്ടണ്ടോടത്ത് കിട്ടി. ആ ഒരു കാരണം കൊണ്ട് ഈ സിനിമ ബഹിഷ്കരിക്കാനാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്, പൃഥ്വിരാജിന് ISSുമായിട്ട് ബന്ധമുണ്ടോ, മോഹൻലാലിന് കേണൽ പദവി എടുത്തു മാറ്റണം, സിനിമയിൽ കുറേ സീനൊക്കെ കട്ട് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശുദ്ധ മണ്ടത്തരം എന്നല്ലാണ്ട് ഇതിനൊക്കെ ഞാൻ എന്നാ പറയാനാ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഈ ഒരു നടൻ ഈ 10-20 വർഷമായിട്ട് മലയാള സിനിമയിൽ സജീവമായി പ്രവർത്തിച്ച് വരുന്ന ആദരണീയനായ ഒരു നടനാണ്. അദ്ദേഹത്തിന് ISS ഭീകരന്മാരുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന നമുക്ക് മനസ്സിലാവും, പൊട്ടന്മാരല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും ഇല്ലാത്ത ഈ ഒരു ചോദ്യങ്ങളും ഈ ഒരു വർത്തമാനങ്ങളും പെട്ടെന്ന് ഈ ഒരു സിനിമ റിലീസായിട്ട് ഇതിലെ ചില സീൻസ് കണ്ടിട്ട് ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, ഇത് ഞങ്ങൾക്കിട്ടാണ് എന്നും പറഞ്ഞ് വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെന്തിനൊക്കെയോ പേടിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവർക്ക് നേരെ ഇത്രയും ചോദ്യശരങ്ങൾ ഉയരുന്നതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ചില സംഭവങ്ങൾ പച്ചയ്ക്ക് ഇവർ ഈ സിനിമയിൽ എടുത്ത് പ്രേക്ഷകരെ കാണിച്ചിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നതും ഇവർ മാത്രം ഇത്രയധികം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതും ഈ പടം ഇത്രയധികം ആളുകൾ ബഹിഷ്കരിക്കാനായിട്ട് പറയുന്നതും. കൂടുതൽ വളച്ചൊടിച്ച് സമയം കളയാതെ ഡയറക്റ്റ് ചെയ്യാൻ കാര്യത്തിലേക്ക് കടക്കാം. വർത്തമാന ഇന്ത്യയുടെ രാഷ്ട്രീയവും മതപരവുമായ ചരിത്രം കൃത്യമായി മാറ്റിമറിച്ച ഒരു സംഭവമാണ് 2002 ഗാന്ധിജിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ അരങ്ങേറിയ ഗുജറാത്ത് വംശഹത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഗുജറാത്തിൽ പലതവണ വർഗീയ കലാപങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഒരു സംഭവം രാജ്യത്തെ ഒട്ടാകെ മാറ്റിമറിച്ച ഒരു വിഷയമാണ്. വർഷം 2002 ഫെബ്രുവരി 27, അന്നൊരു ബുധനാഴ്ചയായിരുന്നു. അന്ന് ഗുജറാത്തിലെ ഗോദ്ര എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട സബർമതി എക്സ്പ്രസ്, വെളുപ്പിന് 2:55 എത്തേണ്ട എക്സ്പ്രസ് ഏകദേശം 5 മണിക്കൂർ വൈകി 7:43 അവിടുത്തെ സ്റ്റേഷനിൽ എത്തുന്നത്. സീറ്റിന്റെ കണക്ക് പ്രകാരം ഏകദേശം 800ഓളം ആൾക്കാർ വേണ്ട ട്രെയിനിൽ അതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാരുണ്ടായിരുന്നു. നമുക്കറിയാം ട്രെയിനിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല അതിൽ. 50 പേര് കയറേണ്ടടുത്ത് 5000 പേര് കയറും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഈ യാത്രക്കാരിൽ ഭൂരിഭാഗവും അയോധ്യയിൽ നിന്നും മടങ്ങുന്ന കർസേവകരായിരുന്നു. അയോധ്യയിൽ നിന്നും മടങ്ങി വരുന്ന ഈ കർസേവകർ ട്രെയിനിൽ നിരന്തരം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഇവരെ കൂടാതെ ഈ ഒരു ട്രെയിനിൽ മുസ്ലിം യാത്രക്കാരും ധാരാളം ഉണ്ടായിരുന്നു. വണ്ടി ഗുജറാത്തിലെ ഗോദ്ര എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഈ ട്രെയിനിലുണ്ടായിരുന്ന ചില യാത്രക്കാർ ചെറിയ ചെറിയ ഭക്ഷണം മേടിക്കാനും മറ്റും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ സമയത്ത് ട്രെയിനിലുള്ള ആളുകൾ എല്ലാം പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ മൊത്തം ജയ് ശ്രീറാം എന്ന് വിളിച്ച് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഇതിൽ കുറേ ആൾക്കാർ പുറത്ത് പോയി ഭക്ഷണം മേടിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കാതെ അവിടെയുള്ള കച്ചവടക്കാരുമായിട്ടും പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ ഈ മുസ്ലിം കടക്കാരുമായിട്ട് പ്രശ്നമുണ്ടാക്കി പൈസ കൊടുക്കാതെ തിരിച്ച് പോകാൻ തുടങ്ങിയ അവരിൽ ചെറിയ ആൾക്കാരെ ഈ മുസ്ലിം കച്ചവടക്കാർ പിടിച്ചു വെച്ചു. അതോടുകൂടി മറ്റു ചില ആൾക്കാരൊക്കെ ഇടപെട്ട് അത് വലിയൊരു പ്രശ്നമായി. ഇത്രയും സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ട്രെയിൻ പതുക്കെ അവിടുന്ന് പുറപ്പെട്ടു. ട്രെയിൻ പുറപ്പെട്ട് ഒരു 1/4 കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഈ ട്രെയിനിലുണ്ടായിരുന്ന കുറച്ച് ആളുകളെല്ലാം ചേർന്ന് ട്രെയിനിൻ്റെ ചെയിൻ വലിക്കാൻ തുടങ്ങി. ചെയിൻ വലിച്ച് ട്രെയിൻ കുറച്ച് ദൂരം സഞ്ചരിച്ച് അവിടെ നിന്നു. മുസ്ലിംസിൻ്റെ ഒരു ഏരിയ പോയിട്ടായിരുന്നു ഈ ട്രെയിൻ നിന്ന്. ആ ഒരു സമയത്ത് ഒരു 500-ഓളം 1000 പേര് വരുന്ന ആൾക്കാരെല്ലാം വന്ന് ഈ ട്രെയിനിൻ്റെ S5 S6 കമ്പാർട്ട്മെൻറ്റിലേക്ക് തുരുതുരാന്ന് കല്ലെറിയാൻ തുടങ്ങി. കല്ലെറിഞ്ഞ് ഇവർ ആൾക്കാർക്ക് പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. ട്രെയിൻ വന്നു നിന്ന ഈ ഒരു സ്ഥലം കുറ്റകൃത്യങ്ങൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ വന്ന ആളുകൾ 20 മിനിറ്റോളം അവിടെ ബഹളം ഉണ്ടാക്കുകയും ട്രെയിനിന് നേരെ കല്ലെറിയുകയും ചെയ്തിട്ട് ഇവർ 148 ലിറ്റർ പെട്രോൾ കൊണ്ട് ട്രെയിനിൻ്റെ S5 S6 ബോഗികൾ കത്തിച്ചു എന്നാണ് പറയുന്നത്. ആ ട്രെയിനിലുണ്ടായിരുന്ന 59 പേരിൽ 58 പേരും വെന്തു മരിച്ചു എന്നാണ് പറയുന്നത്. ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞ് ഈ ഒച്ചപ്പാടും ബഹളവും ട്രെയിനിൽ നിന്നും വരുന്ന പുകയും കണ്ട് കുറേ ആളുകൾ ഓടിക്കൂടി. ഈ ഓടിക്കൂടിയ ആളുകൾക്ക് ട്രെയിനിൻ്റെ അകത്ത് നിന്നും വെന്തു മരിച്ച 26 സ്ത്രീകളുടെയും 12 കുട്ടികളുടെയും ബാക്കി വരുന്ന പുരുഷന്മാരുടെയും കത്തിക്കരിഞ്ഞ ശവശരീരങ്ങളാണ് കിട്ടിയത്. ഈ ഒരു സംഭവം കഴിഞ്ഞ പിന്നെ ഗുജറാത്തിലെ ഒരാഴ്ച വർഗീയ കലാപങ്ങളും കൊലപാതകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വർഗീയ കലാപത്തിൽ 790 മുസ്ലിംകളും 254 ഹിന്ദുക്കളും മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു കലാപത്തിൽ 2000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് അനൗദ്യോഗിക കണക്ക്. ഇതിൽ 223 പേരെ കാണാതായെന്നുള്ളൊരു കണക്ക് വേറെയുമുണ്ട്. അഹമ്മദാബാദിൽ തുടങ്ങിയ ഈ ഒരു കലാപം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ച്
സർക്കാർ നോക്കുകുത്തികളായി എന്നുള്ള ചർച്ചയിലേക്ക് ഇവർ എത്തി. അവസാനം സൈന്യത്തെ വരെ വിളിക്കേണ്ടി വന്നു. ഞാൻ ഇപ്പോഴേ പറയാം, ഇതൊരു സ്പോയിലറാണ്. എമ്പുരാൻ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതിനുശേഷം മാത്രം വന്ന് ഈ വീഡിയോ കാണുക. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ബാക്കടിച്ച് പോവുക. എമ്പുരാൻ എന്നൊരു സിനിമ ഇത്രയും വിവാദമാകുമ്പോൾ അതിലെ വില്ലനായ ബാബാ ബജ്രംഗിയും ചർച്ചയാവുകയാണ്. ഈ പറയുന്ന ബാബാ ബജ്രംഗിയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഉദ്യോഗസ്ഥർ ചോദിച്ചു, എന്തിനാണ് ഇത്രയും ആളുകളെ കൊന്നത്? ആരെയും വെറുതെ വിടാത്ത എന്തുകൊണ്ടാണ്? അന്നേരം അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ആരെയും വെറുതെ വിടേണ്ട ആവശ്യമില്ല, എല്ലാത്തിനെയും കൊല്ലണം, എല്ലാത്തിനെയും കൊന്ന് കത്തിക്കണം. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ചോദിച്ചു, സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൊല്ലണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുകയാണ്, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരെയും കൊല്ലണം, കൊന്ന് കത്തിച്ച് കളയണം, ഒരു ദയയും കാണിക്കരുത്, ഇവരൊന്നും ദയ അർഹിക്കുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞ മറുപടി. അവരെ കൊന്നപ്പോൾ തനിക്ക് എന്താണ് തോന്നിയത് എന്ന് ഈ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി കേട്ട നമ്മളെല്ലാവരും ഞെട്ടും. അവരെ എല്ലാം കൊല്ലുമ്പോൾ ഞാനത് ആസ്വദിക്കുകയായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അവരെ ഞാൻ നന്നായിട്ട് കൊന്നു, ഞാൻ ആസ്വദിച്ച് കൊന്നു, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാണ് അയാൾ പറഞ്ഞ മറുപടി. അയാൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള എല്ലാ സഹായങ്ങളും നരേന്ദ്രഭായി ചെയ്തു തന്നു എന്നാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞ അന്ന് ഗുജറാത്ത് ഭരിച്ചിരുന്ന ഗുജറാത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രഭായിയാണ് ഇന്നത്തെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇത്രയും കൂടുതൽ ചർച്ചാ വിഷയമായി ഇന്ത്യ ഒട്ടാകെ കത്തിക്കുന്നതെന്ന്. കാരണം ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവരെ കുറ്റക്കാരാക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെ ഈ സിനിമ ബഹിഷ്കരിക്കാനാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു കലാപം കാണാം. ആ ഒരു കലാപത്തിൽ ഈ ഒരു കലാപം നയിക്കുന്ന ആൾ ബാബാ ബജ്രംഗിയാണ്. ആ ബാബാ ബജ്രംഗിയും ഇപ്പം ഞാൻ പറഞ്ഞ ബാബാ ബജ്രംഗിയും ഒരാൾ തന്നെയാണ്. ആ ഒരു സിനിമയിൽ നമുക്ക് കാണാം, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പാവപ്പെട്ടവരായ ആളുകളെ, സ്ത്രീകളെന്നില്ല, മുതിർന്നവരെന്നില്ല, കുട്ടികളെന്നില്ലാത്ത രീതിയിൽ ആക്രമിച്ച് അവരെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗർഭിണികളെ പോലും റേപ്പ് ചെയ്യുന്ന ചില സീനുകൾ നമുക്ക് ആ സിനിമയിൽ കാണാം. അതുപോലെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും നമുക്ക് ആ സിനിമയിലൂടെ കാണാം. ഇതെല്ലാം നടന്ന ഒരു സംഭവം അവർ ആ ഒരു സിനിമയിലൂടെ പുനരാവിഷ്കരിച്ച് കാണിച്ചു എന്ന് മാത്രം. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇപ്പോൾ പൃഥ്വിരാജും മോഹൻലാലും നേരിടുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്ന ഇവർ തന്നെ ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബഹിഷ്കരിക്കണം, ഇത് ഞങ്ങൾക്ക് നേരെയുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് വിടുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്കെല്ലാം ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, ഇവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ ആരെയാണ് ഭയക്കുന്നത്? എന്തിനാണ് ഭയക്കുന്നത്? തെറ്റ് ചെയ്യാത്ത പക്ഷം ആരും ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യവും കാണിക്കണം. ഇത് രണ്ടും ഇല്ലാത്ത പക്ഷം ഒന്നും സംസാരിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.